ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലിയ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ചൈനീസ് സൈന്യം നമ്മുടെ അതിർത്തിയിലേക്ക് കടന്നു വന്നിട്ടും പ്രധാനമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ എന്നുള്ള സുപ്രധാനമായ ചോദ്യം ഉന്നയിച്ചു ഇന്ന് രാഹുൽ ഗാന്ധി. ഒപ്പം തന്നെ കേന്ദ്ര ബജറ്റിൽ പുതിയ തലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന ഒന്നുമില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സാങ്കേതിക രംഗത്ത് വിപ്ലവം എന്നത് അവകാശവാദം മാത്രമാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച ശേഷം ഉൽപ്പാദനം കുറഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞില്ല. ചൈനയെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നു. ചൈനീസ് പട്ടാളം ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറി. കരസേനാ മേധാവി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടും പ്രധാനമന്ത്രി അംഗീകരിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. എന്നാൽ രാജ്യസുരക്ഷയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റായ കാര്യങ്ങളാണ് എന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഭരണപക്ഷം ശ്രമം നടത്തി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. India wants to talk about AI. It has to first answer the question, what data is going to power that AI? And the answer today is India does not have that data. We talk to the United States. We would not send our foreign minister to invite our prime minister to his coronation. We would not send him 3 or 4 times, please invite our prime minister. Because if we had a production system and if we were working on these technologies, the American president would come here and invite the prime minister. So it is important to understand where foreign policy. Leader of opposition cannot make such serious unsubstantiated statement. This is related to the relation between two countries, and he is making a unverified statement about invitation of the Prime Minister of our country. Is matter of our dignity. ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടും പ്രധാനമന്ത്രി എന്തുകൊണ്ട് അത് അറിയുന്നില്ല? അക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായിട്ടും പ്രധാനമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ ഉന്നയിച്ചത്. വലിയ രീതിയിലുള്ള ബഹളങ്ങൾക്ക് അത് ഇടയാക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അതിനോട് പ്രതികരിച്ചത്, എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നത്? ഇരിക്കുന്ന പദവിയുടെ ഉത്തരവാദിത്വം കാണിക്കണം രാഹുൽ ഗാന്ധി എന്നുള്ള നിലയ്ക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അതിനോട് പ്രതികരിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി ഇന്ന് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തെലങ്കാന അടക്കമുള്ള ഇടങ്ങളിൽ ജാതി സെൻസസ് നടപ്പാക്കിയിരിക്കുന്നു. ഇവിടെ രാജ്യത്ത് മൊത്തത്തിൽ ജാതി സെൻസസ് നടപ്പാക്കേണ്ടിയിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയുണ്ടായി ലോക്സഭയിൽ.